എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ കോക്ടെയിൽ അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ കളക്ടർമാരും സെക്രട്ടറിമാരും ഒന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ പുലികളല്ലെന്ന് ഇന്നാണ് മനസ്സിലായത്. സംസ്ഥാനത്ത് തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സമരം നടത്താൻ ഇറങ്ങി നാറ്റക്കേസായി മാറിയിരിക്കുകയാണ് IASകാർ. ജേക്കബ് തോമസ് തങ്ങളെയെല്ലാം കേസിൽപ്പെടുത്തുന്നു എന്നാരോപിച്ചാണ് കൊമ്പുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ കളക്ടർമാരെല്ലാം ലീവ് എടുത്ത് സമരം ചെയ്യാമെന്ന് വെച്ചത്. തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മുഖ്യമന്ത്രിയെ കണ്ട് പറഞ്ഞ് ആ ജേക്കബ് തോമസിന് ഇച്ഛ വരപ്പിക്കാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ കാര്യം പറയാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. ജേക്കബ് തോമസ് പിന്നെയും അങ്ങനെ ഹീറോയായി. ആദ്യമായാണ് IAS ഓഫീസർമാർ പ്രത്യേക രീതിയിൽ യോഗം ചേർന്ന് ഒരു സമരരൂപം എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലൊരു പരിപാടി ആവിഷ്കരിക്കുന്നത്. 500 മുതലാളി, ഞങ്ങൾക്ക് ഇനി മുതലാളി മാത്രമേ ഉള്ളൂ മുതലാളി. ഇത് സർക്കാർ അതീവ ഗൗരവമായിട്ടാണ് കാണുന്നത്. ഇതിന് ഇടയാക്കിയ പ്രശ്നം വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടതാണ്. അന്വേഷണത്തിൽ സാധാരണ നിലക്ക് ഗവൺമെന്റിന് ഇടപെട്ട് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ സ്വാധീനിക്കാൻ കഴിയില്ല. ഒരു സമരം പോലും ശരിക്കും പ്ലാൻ ചെയ്യാൻ പറ്റാത്ത ഈ IASകാർ എങ്ങനെയാണാവോ സംസ്ഥാനത്തിൻ്റെ വികസനം പ്ലാൻ ചെയ്യുന്നത്? ഇത്ര വലിയ പുള്ളികളായിട്ടും തങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ IAS പൊങ്കവന്മാർക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയപ്പോൾ മിണ്ടാട്ടം മുട്ടിപ്പോയി എന്ന് പറയുന്നതാവും ശരി. സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് അന്വേഷണം സ്വതന്ത്രമായി നടക്കുക. എന്തായാലും പരാതി പറയാൻ ചെന്ന കൂട്ടത്തിൽ ഒരു ജോസഫ് അലക്സിനെ പോലും കാണാൻ കഴിഞ്ഞില്ല. സിനിമയിൽ മാത്രമേ ഉള്ളൂ ഇവർക്കൊക്കെ ഈ വീര്യം. IASകാരെ വെട്ടി ജേക്കബ് തോമസ് ഭരത് ചന്ദ്രൻ IPS ആവുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഇക്കാര്യത്തിൽ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം നടക്കണം എന്നതാണ് എല്ലാ ഘട്ടത്തിലും സർക്കാർ നിർദ്ദേശിച്ചത്. തങ്ങൾക്കെതിരെ കേസെടുക്കുന്ന ജേക്കബ് തോമസിനെ നിലയ്ക്ക് നിർത്താൻ തൽക്കാലം IASകാരുടെ കയ്യിൽ വേറെ വഴികളൊന്നുമില്ല. ആ വിധം മുതലപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ് ജേക്കബ് തോമസ്. കേരളത്തിൽ IAS ഓഫീസർമാർക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം ആദ്യത്തേതല്ല. ഇവിടെ കേസ് ചാർജ് ചെയ്യലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യലും വരെ ഉണ്ടായിട്ടുണ്ട്. അഴിമതി കേസ് അന്വേഷണത്തിൽ തലയിടാൻ താനില്ലെന്ന് മുഖ്യൻ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇനി ജേക്കബ് തോമസ് സാറിനെ പേടിച്ച് ഫയൽ നോക്കുക മാത്രമേ IASകാർക്ക് നിർവാഹമുള്ളൂ. അത് ശരിയല്ല, ശരിയായ നടപടിയായില്ല എന്നത് ഇന്നെന്നെ കാണാൻ വന്ന IAS ഉദ്യോഗസ്ഥരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു സമരരൂപം സ്വീകരിച്ചതിന് ന്യായീകരണവുമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ബിന്ദു കൃഷ്ണയുടെയും കൂട്ടരുടെയും പട്ടിണി സമരമാണ്. മോദിജിയുടെ നോട്ട് പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ചാണ് തലസ്ഥാനത്ത് ബിന്ദുജിയും കൂട്ടരും ഈ കോമഡി സമരം നടത്തിയത്. നോട്ട് നിരോധിച്ചതിനെ തുടർന്ന് കഞ്ഞി കുടിക്കാൻ വകയില്ലാതായ ഈ പാവങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരേണ്ടതാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ ബാങ്കുകൾക്ക് മുന്നിലും ATMകൾക്ക് മുന്നിലും ക്യൂ നിന്ന് പൊരി വെയിലും പെരുമഴയും നനഞ്ഞ് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാകാതെ അവനവൻ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ആവശ്യത്തിന് ഉപകരിക്കാൻ വേണ്ടി ബാങ്കുകളിലിട്ടു. മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ മാത്രമല്ല, ഈ രാജ്യത്തെ BJPയുടെ കുടുംബങ്ങളിലെ വീട്ടമ്മമാരടക്കം ഒഴിഞ്ഞ കലങ്ങളുമായി പലപ്പോഴും ഇരിക്കണം. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്നത് പോലെ തന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന താടിയുള്ള പ്രധാനമന്ത്രിക്ക് താടിയില്ലാത്ത സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. താടിക്ക് തീ പിടിക്കുമ്പോ അതിൽ കൂടി ബീഡി കത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കുറിച്ച്. അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും. ഇങ്ങ് കേരളത്തിലെ മഹിളാമണികൾ മാത്രമല്ല പട്ടിണി സമരം നടത്തിയത്. ഇതൊരു അഖിലേന്ത്യാ ഗ്ലാമർ സമരമായിരുന്നു. ഇനി കോഴിക്കോട്ടെ സമര കാഴ്ചകളിലേക്കാണ്. KC അബുവിന് ശേഷം നമ്മുടെ പ്രതീക്ഷയായി വളർന്നു വരുന്ന T സിദ്ദിഖ് നടത്തിയ മോദി വിരുദ്ധ സമരം കാണാം. സാധാരണക്കാരന്റെ കയ്യിൽ പണമുണ്ടോ? ഇതുപോലെ കള്ളം പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യൻ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. സിദ്ദിഖ് പ്രസിഡന്റ് ആയതോടെ ഭയങ്കര ഉത്തരവാദിത്തമാണ് ടിയാന്റെ തലയിൽ വന്നു കയറിയത്. അനുസരണ തീരെയില്ലാത്ത പ്രവർത്തകരെ മൂക്കുകയറിട്ട് കൊണ്ടുപോകാൻ T സിദ്ദിഖിന് വിയർപ്പ് ഒരുപാട് ഒഴുക്കേണ്ടി വരും.
I am welcoming Mr. D. Madhegowda, AICC observer. നൂറുകണക്കിന് പ്രവർത്തകന്മാർ നേതൃത്വം കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഉജ്ജ്വലമായിട്ടുള്ള പ്രതിഷേധത്തിൽ പങ്കെടുക്കാനുള്ള പ്രകടനമാണ് ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വില്യാപ്പള്ളി ബ്ലോക്കിന്റെ പ്രകടനം വന്നുകൊണ്ടിരിക്കുക. അവിടെ ഈ പറയുന്നത് നിങ്ങളോടല്ലേ? അവിടെ എന്താ ഇരിക്കുന്നത്? ആ പ്രകടനം അവർ തന്നെ പ്രതീക്ഷ എല്ലാവരും അവിടെ ഇരിക്കുക. ഭവിത ഇരുന്ന് അവർ തന്നെ ഇരിക്കുക. വന്നവിടെ ഇസാഖ് ഇരിക്കുക. അവിടെ മുഴുവനാ ചന്ദ്രൻ ഇരിക്കും. പ്രതിഷേധ പ്രകടനമായി ആവേശത്തോടു കൂടി കടന്നു വന്നിരിക്കുന്നത് എല്ലാ ആളുകളും അഭിവാദ്യം അർപ്പിക്കുക. ആ സമരത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ KSU പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരൊക്കെ സമരത്തിൽ പങ്കാളികളായി അവിടെ കടന്നിരിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. തിരുവനന്തപുരത്ത് നടന്നു കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് സമരം. സമരം നടത്തുന്നതിനേക്കാൾ കഷ്ടപ്പാടാണ് സമരക്കാരെ കൺട്രോൾ ചെയ്യുക. പോലീസുകാരെ കൊണ്ട് ഒന്ന് അറസ്റ്റ് ചെയ്യിക്കാമെന്ന് വെച്ചാൽ ഈ പ്രവർത്തകർക്ക് വല്ലതും മനസ്സിലാവണ്ടേ? നിങ്ങൾ അറസ്റ്റ് വഹിക്കാൻ വന്ന പ്രവർത്തകന്മാരാണ്. നിങ്ങൾ സംഘർഷമുണ്ടാക്കാൻ വന്നവരല്ല. നമ്മുടെ പ്രതിഷേധം അറിയിക്കാൻ വന്നവരാണ്. പോലീസിന്റെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ സമാധാനപരമായി ഈ പിക്കറ്റിംഗ് നേതൃത്വം കൊടുക്കണം. അറസ്റ്റ് ചെയ്ത് മാത്രം വണ്ടി കൊണ്ടുവരണം, വാഹനങ്ങൾ കൊണ്ടുവരണം. റോഡിൽ കുത്തിയിരിക്കേണ്ടതാണ്. ദയവായി പ്ലീസ് നേതാക്കന്മാർ കുറ്റം ശ്രദ്ധിക്കണം. കടയിൽ കുത്തിയിരിക്കേണ്ട ആളെല്ലാവരും എല്ലാവരും റോഡിൽ നിൽക്കണം. എല്ലാവരും കൂട്ടത്തിലാണ്. എല്ലാവരും റോഡിൽ നിൽക്കണം. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കുതിരക്കത്തിന് വീട് കൊടുക്കരുത്. എല്ലാവരും റോഡിൽ നിൽക്കണം. എല്ലാവരും റോഡിൽ നിൽക്കണം. ദയവ് ചെയ്തിരിക്കണം. പിക്കറ്റിംഗിലെ ബാച്ച് ദയവായി അത് ആവിഷ്കരിക്കുക. ആ വാഹനത്തിൽ കയറുക പ്ലീസ്. ദയവായി വാഹനത്തിൽ കയറുക. ആ പോലീസ് വാഹനത്തിൽ കയറുക. അങ്ങനെ ഏറെ നേരത്തെ യാചനയ്ക്ക് ശേഷം അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായി. അറസ്റ്റ് ചെയ്ത് പോലീസ് വാനിൽ കയറ്റുമ്പോഴുള്ള ആ ഒരു സുഖമുണ്ടല്ലോ, ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും മുഖത്ത് അത് കാണാനുണ്ടായിരുന്നു. എന്തൊരു എന്റർടൈൻമെന്റ് ആണെന്നോ. ഇനി AN രാധാകൃഷ്ണനെ പറ്റിയാണ്. രാധാകൃഷ്ണൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്ത് ചിരി വരും എന്നറിയാം. ഇത്തവണ കമലിനെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞാണ് രാധാകൃഷ്ണൻ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു SDP പോലുള്ള തീവ്രവാദ സംഘടനയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് കമൽ. കമലിന്റെ ബോർഡ് ചെയർമാന്റെ യോഗ്യത എന്താ? നരേന്ദ്രമോദിയെ നരഭോജി എന്ന് വിളിച്ചതാണ് യോഗ്യത. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നതമായ ദേശീയ ഗാനം പാടാൻ വേണ്ടി ആളുകൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് എഴുന്നേറ്റ് നിൽക്കണോ വേണ്ടയോ എന്ന് ശങ്കയുള്ള ആളാണ് കമൽ. കമലിനെ പോലുള്ള ആളുകൾ സത്യത്തിൽ പറഞ്ഞാൽ കമലിനൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ രാജ്യം വിട്ടു പോകണമെന്ന് എൻ്റെ അഭിപ്രായം. ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല, രാജ്യം വിട്ടു പോകേണ്ടവരാണ്. ഇതൊരു മെന്റൽ പ്രശ്നമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. രാധാകൃഷ്ണൻ എല്ലാം പഠിച്ചാണ് പറയുന്നത്. ചെഗുവേരയെ കുറിച്ചൊക്കെ രാധാകൃഷ്ണൻ നടത്തിയ പഠനമുണ്ടല്ലോ. കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുകയാണ്. എല്ലാ ഗ്രാമങ്ങളിലും കഞ്ചാവ് ഒലിച്ചിരിക്കുന്ന ചെഗുവേരയുടെ ഫോട്ടോ അടിയന്തരമായി കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ അരക്ഷിതാവസ്ഥയും അരക്ഷിത ബോധവും അരാജകത്വവും സൃഷ്ടിക്കുന്ന ഫോട്ടോകൾ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ നിന്ന് പിൻവലിക്കണം. ഇതിനൊന്നും മറുപടി പറഞ്ഞ് മറ്റുള്ള രാഷ്ട്രീയ നേതാക്കൾ ആരും ഈ ലെവലിലേക്ക് എത്തരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്.